എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഏകാധിപതിയുടെ സ്വരമാണ് പിണറായി വിജയൻ്റേതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മാവേലിക്കരയിൽ പറഞ്ഞു. മാവേലിക്കരയിൽ UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഏകാധിപതിയുടെ സ്വരമാണ് പിണറായി വിജയൻ്റേതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മാവേലിക്കരയിൽ പറഞ്ഞു. മാവേലിക്കരയിൽ UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണത്തിനെതിരാണ്. ഈ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ആഡംബര ജീവിതം, ആർഭാട ജീവിതം, അതോടൊപ്പം തന്നെ കേരളം ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കി, ഖജനാവ് കാലി, പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല, KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ എല്ലാ പെൻഷനും നമുക്കറിയില്ലേ, മറിയക്കുട്ടിയുടെ അവസ്ഥ എന്താണ്? എന്തിനു വേണ്ടിയാണ് മറിയക്കുട്ടി കടകളിൽ ചട്ടിയുമായി പോയത്? ഒരു മറിയക്കുട്ടിയല്ല, എത്ര ആയിരം മറിയക്കുട്ടിമാരാണ് സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കേണ്ട പെൻഷൻ ആഗ്രഹിച്ച് കാത്തുകെട്ടി കിടക്കുന്നത്. ജനാധിപത്യ മര്യാദയ്ക്ക് വിരുദ്ധമായ അറസ്റ്റാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റേത്. ഇത്തരം അറസ്റ്റുകൾ തുടരുകയാണെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പുതിയതായി പണിയേണ്ടി വരും. ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ പോയ പിണറായി വിജയൻ കരിങ്കൊടി കാണുമ്പോൾ ചുവപ്പ് കണ്ട കാളയെ പോലെയാകുന്നു. മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റിക്കെട്ടിയ അവസ്ഥയാണ് KSRTCക്ക് ഇപ്പോഴുള്ളത്. ക്രിസ്മസിന് പോലും കാലിയായ സപ്ലൈകോയും മാവേലി സ്റ്റോറുമാണ് നാട്ടിലുള്ളത്. വൈദ്യുതി ചാർജ് ഉൾപ്പെടെ ഇനി കൂട്ടാനായി ഒന്നുമില്ല. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായി ചരിത്രത്തിന്റെ ഭാഗമാകുവാനുള്ള കഠിന പ്രയത്നമാണ് പിണറായി വിജയൻ നടത്തിവരുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ K. ഗോപൻ അധ്യക്ഷനായി. മാത്യു കുഴൽനാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിന്റെ ഒരു പൊതുബോധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എന്താണ് എന്ന്, കാര്യം നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രയും അതിനെ ഗൗനിക്കില്ല, വകവയ്ക്കില്ല. ഇതൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെ ഇവരുടെ ആക്രമവും അതൊക്കെ ഞങ്ങളെ SFI കാലഘട്ടം മുതലേ ഞാനും ശ്രീമാറും ഒക്കെ ഞങ്ങളൊക്കെ അറിഞ്ഞും അനുഭവിച്ചും വന്നതായത് ഞാനതിൻ്റെ വലിയ ഗൗരവം കാണുന്നില്ല. പക്ഷേ എന്നെ വിളിച്ച് ഞാൻ ഈ സായം സന്ധ്യയിലെ വേദിയിൽ നിന്ന് നിങ്ങളോട് ഒരു കളവായിട്ടൊരു വാചകം പറയുന്നതാണ്. എത്രയോ അമ്മമാരെന്നെ വിളിച്ചു ഭയപ്പെടരുത്, മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച്, പിണറായി വിജയനെ കുറിച്ച് കേരളത്തിനുള്ള ഒരു ശരാശരി അഭിപ്രായമാണ് അതിൽ പ്രതിഫലിച്ചത്. M. മുരളി, KP ശ്രീകുമാർ, സണ്ണിക്കുട്ടി, ഷമീർ വള്ളികുന്നം, അൻസാരി, ഗോവിന്ദൻ നമ്പൂതിരി, അമൃതേശ്വരൻ, തോമസ് C. കുറ്റിശ്ശേരി, കോശി തുണ്ടുപറമ്പിൽ, KV ശ്രീകുമാർ, ദിലീപ് ഖാൻ, അനി വർഗീസ്, G. ഹരിപ്രകാശ്, രാജൻ തെക്കേവിള എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.